السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. മാന്യ ശ്രോതാക്കളെ, നമ്മുടെ ക്ലാസ് ഒരു വീക്ക് കഴിഞ്ഞിട്ടാണ് വീണ്ടും തുടങ്ങുന്നത്. ഒരു നീണ്ട യാത്രയിലായതുകൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പലതരത്തിലുള്ള ഭക്ഷണങ്ങളെപ്പറ്റിയാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ 20 സ്ഥലത്ത് ഈത്തപ്പഴത്തെപ്പറ്റി പറഞ്ഞു. അതിനെപ്പറ്റി ഇന്ന് അനേകം റീസർച്ചുകൾ, അതിൻ്റെ ഔഷധ ഫലങ്ങളെപ്പറ്റി, അതിൻ്റെ ആരോഗ്യ ഫലങ്ങളെപ്പറ്റി അനേകം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അല്ലാഹു തആല സൈത്തൂൻ കായയെപ്പറ്റി 6 സ്ഥലത്ത് ഡയറക്റ്റ്ലിയും ഒരു സ്ഥലത്ത് ഇൻഡയറക്റ്റ്ലിയുമായി അല്ലാഹു പറഞ്ഞു. അതിനെപ്പറ്റിയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളുടെ ശാസ്ത്രജ്ഞർ, ഗവേഷകർ ധാരാളം കാലങ്ങളോളം റീസർച്ച് ചെയ്ത് ഒരുപാട് കാലം നാം പറയുന്നത്ര അവർ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ, അതേപോലെ തന്നെ അത്തിപ്പഴത്തിനെ പറ്റിയും അല്ലാഹു പറഞ്ഞു. അതിനെപ്പറ്റിയും വലിയ റീസർച്ചുകൾ പലയിടത്തും പല യൂണിവേഴ്സിറ്റികളിലും നടന്നിട്ടുണ്ട്. അതിൻ്റെ ഔഷധ ഫലങ്ങളെപ്പറ്റി, അതേപോലെ തന്നെ റുമ്മാൻ പഴത്തെപ്പറ്റിയും അല്ലാഹു പറഞ്ഞു. അതിനെപ്പറ്റിയും ഒരുപാട് റീസർച്ചുകൾ നടന്നിട്ടുണ്ട്, പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് എന്തൊക്കെ ഔഷധ ഫലങ്ങളുണ്ട് എന്ന് അവർ ധാരാളം പഠനം നടത്തി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. മത്സ്യത്തെപ്പറ്റി, മീനിനെപ്പറ്റി അല്ലാഹു തആല പലയിടത്തായി പറഞ്ഞു. അതിൻ്റെ ഔഷധ ഫലങ്ങളെപ്പറ്റിയും ധാരാളം റീസർച്ചുകൾ നടന്നിട്ടുണ്ട്. അല്ലാഹു തആല ഇലകളെപ്പറ്റി, അതായത് ചെടികൾ, നാം കഴിക്കുന്ന പച്ചക്കറി എന്നൊക്കെ പറയുന്ന അതിനെപ്പറ്റി അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അത് പലതരത്തിലുള്ള ഇങ്ങനെയുള്ള ഇലകളെപ്പറ്റിയും പല റീസർച്ചുകളും നടന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ പറയുന്നു, അല്ലാഹു തആല ജിഞ്ചറിനെപ്പറ്റി പറഞ്ഞു, ഇഞ്ചിയെപ്പറ്റി പരിശുദ്ധ ഖുർആനിൽ. അതിൻ്റെ ഔഷധ ഫലങ്ങൾ ധാരാളമുണ്ട്. ഒക്കെ റീസർച്ചുകൾ അതിനെപ്പറ്റി ശാസ്ത്രജ്ഞർ നടത്തിയിട്ടുണ്ട്. പഴം, വാഴപ്പഴം, അതിനെപ്പറ്റി അല്ലാഹു പറഞ്ഞു. അതിനെപ്പറ്റും അനേകം റീസർച്ചുകൾ നടന്ന് അതിൻ്റെ ഔഷധങ്ങളെപ്പറ്റി ശാസ്ത്രജ്ഞർ, ഗവേഷകർ കണ്ടുപിടിച്ചിട്ടുണ്ട്. കടുകിനെപ്പറ്റി അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അതിൻ്റെ അനേകം പഠനങ്ങളും നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കുക്കുംബറിനെപ്പറ്റി, ഖിയാറിനെപ്പറ്റി അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. കക്കിരിയെപ്പറ്റി അതിൻ്റെ ഗവേഷണങ്ങളും ധാരാളം നടന്ന് അതിലൊരുപാട് ഔഷധ ഫലങ്ങളുണ്ട്. അങ്ങനെ തുടങ്ങി പരിപ്പുകൾ, പയറിനെപ്പറ്റി, പയർ വർഗങ്ങൾ അതിൽ പെടുന്നു. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അതിനെപ്പറ്റിയും വലിയ റീസർച്ചുകൾ നടന്നിട്ടുണ്ട്. എന്തൊക്കെ അതിൽ നമുക്ക് ഔഷധ ഫലങ്ങളുണ്ട് എന്ന് പഠനം നടത്തിയവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അല്ലാഹു തആല ഗാർലിക്കിനെ പറ്റിയും പറഞ്ഞു, വെളുത്തുള്ളിയെപ്പറ്റിയും പറഞ്ഞു, സവാളയെപ്പറ്റിയും അല്ലാഹു തആല പറഞ്ഞു.
ഇതിനെപ്പറ്റിയും അനേകം റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. ഇതിലൊക്കെ ഒരുപാട് ഔഷധ ഫലങ്ങളുണ്ട്. അതേപോലെ തന്നെ അല്ലാഹു തആല പൈൽസിനെ പറ്റി, സൽവയെപ്പറ്റി പറഞ്ഞു. മന്ന് സൽവ എന്ന് അള്ളാഹു പറഞ്ഞു. ഈ സൽവ എന്ന് പറയുന്ന ഈ പക്ഷിയെപ്പറ്റി വലിയ റീസർച്ച് നടത്തിയിട്ട് അതിൽ നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഫലങ്ങളുണ്ട് എന്ന് ഗവേഷകർ, ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു തആല തേനിനെ പറ്റി വ്യക്തമായി പറഞ്ഞു അതിൽ ശിഫയുണ്ട് എന്ന്. അതിനെപ്പറ്റി പഴയകാലത്തുള്ള ശാസ്ത്രജ്ഞരും ഇന്നത്തെ മോഡേൺ സയൻസിൻ്റെ മെഡിക്കൽ ഫീൽഡിലെ ശാസ്ത്രജ്ഞരും ധാരാളം അതിൻ്റെ ഔഷധ ഫലങ്ങളെപ്പറ്റി കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ അല്ലാഹു തആല ഒരുപാട് നാം ഭക്ഷിക്കുന്ന സാധനത്തെപ്പറ്റി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് വലിയ ഗുണങ്ങളുണ്ട്. അവകളൊക്കെ ഒരുപാട് രോഗങ്ങളെ തടയുന്നു. ഒരുപാട് രോഗങ്ങൾക്ക്, വ്യത്യസ്തമായ രോഗങ്ങൾക്ക് ഇവകൾ ശമനം നൽകുന്നു. അത് മുഖേന രോഗങ്ങൾ ശിഫയാകുന്നു. പക്ഷേ നാം ആരും അതിനെപ്പറ്റി, ആരും എന്ന് പറഞ്ഞാൽ പലരും അതിനെപ്പറ്റി പഠിക്കാൻ തയ്യാറല്ല. നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെപ്പറ്റി പഠിക്കണം, ഗവേഷണം ചെയ്യണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ഭക്ഷണ സാധനങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി പഠിക്കണം, ഗവേഷണം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇവിടെ അല്ലാഹു തആല എന്ത് രോഗം പടച്ചിട്ടുണ്ടെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അതിന് ഔഷധവും മരുന്നും അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലിമഹു മൻ അലിമ ജഹിലഹു മൻ ജഹില. അതിനെപ്പറ്റി നിങ്ങൾ റീസർച്ച് ചെയ്യണം, ധാരാളം ഗവേഷണം ചെയ്യണം. അതിൻ്റെ അർത്ഥം അതിനെപ്പറ്റി പഠിക്കണം. പഠിക്കാതെ ഗവേഷണം ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. അതിൻ്റെ ഫാർമക്കോളജിയെപ്പറ്റി പഠിക്കണം. അതിന് ധാരാളം ഫാർമക്കോളജികളുണ്ട്, അതിനെപ്പറ്റി പഠിക്കണം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇതിലൊക്കെ ഓരോന്ന് സാധനത്തെ എടുത്ത് പറഞ്ഞാലും ഒരു 100 ദിവസമെങ്കിലും അതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി, ഞാൻ ഈ പറഞ്ഞ ഒരു 10-15 സാധനങ്ങളെപ്പറ്റി ഒരു 100 ദിവസമെങ്കിലും പറഞ്ഞാലും തീരൂല. അത്രമാത്രം അതിൻ്റെ ബെനിഫിറ്റ്സുകൾ, അതിൻ്റെ ഫാർമക്കോളജിയെപ്പറ്റി നമുക്ക് പറയാനുണ്ട്. ഒരു അതിവിദഗ്ധനായ ഡോക്ടർ, പലപ്പോഴും ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ ഷംഷി. ഇദ്ദേഹം വലിയ MD-യും PhD-യും ഉള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹം പ്രവാചക വൈദ്യത്തിൽ ഇംഗ്ലീഷിൽ 3 വാള്യമുള്ള ഒരു മഹത്തായ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. പ്രവാചക വൈദ്യത്തിൽ, അതായത് ഇസ്ലാമിക് മെഡിസിനിൽ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുമായ ആ ഔഷധങ്ങളെപ്പറ്റി. ഈ 3 വാള്യം ഉള്ള ആ ഒരു ബുക്കിന് അദ്ദേഹം 36 ബുക്ക് അതിൻ്റെ ഫാർമക്കോളജി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇത് ഈ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞ ഈ മെഡിസിൻ എത്രമാത്രം ഡെപ്താണ്, എത്രമാത്രം ആയമേറിയ ഒരു സാഗരമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നാം അവകളെപ്പറ്റി പഠിക്കണം. എന്തുകൊണ്ട് നാം ഇങ്ങനെ രോഗിയാകുന്നു? നമ്മുടെ പിഞ്ചുമക്കളും കുട്ടികളും നമ്മുടെ അനുജന്മാർ, ജ്യേഷ്ഠന്മാർ, അനുജത്തിമാർ, ജ്യേഷ്ഠത്തിമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കളൊക്കെ ഇത്രയും രോഗമെന്ന കടലിൽ എന്നും
ആണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? നാം പരിശുദ്ധ ഖുർആനിനെ നേരെ പഠിച്ച് മനസ്സിലാക്കിയാൽ, അതേപോലെ തന്നെ ഹദീസുകളെപ്പറ്റി ധാരാളം പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്കൊരിക്കലും രോഗങ്ങൾ വരാനുള്ള സാധ്യതയില്ല. പരിശുദ്ധ ഇസ്ലാമിൽ ഒരുപാട് ഹറാമുകളുണ്ട്. അതൊക്കെ പ്രിവെൻറ്റീവ് മെഡിസിൻസുകളാണ്. ആ ഹറാമിനെ ഒഴിവാക്കിയാൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരുന്നത് ഇല്ലാണ്ടാകും. അതേപോലെ തന്നെ ഒരുപാട് ഹലാലുകളുണ്ട്. ആ ഹലാലുകളെ നാം എടുത്താൽ നമുക്ക് ഒരുപാട് ആരോഗ്യത്തിൻ്റെ ഗുണങ്ങൾ, ബെനിഫിറ്റ്സുകളും ലഭിക്കാനുണ്ട്. പക്ഷെ ഇതൊന്നും നാം മനസ്സിലാക്കുന്നില്ല. ഫുഡിൻ്റെ ഏത് ഫുഡാണ് തമ്മിൽ ചേരുന്നത് എന്ന്, അത് പരസ്പരം കോമ്പൈൻഡ് ആണോ അല്ലയോ, അത് പരസ്പരം ഒന്നിച്ച് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നാം മനസ്സിലാക്കാതെ കഴിക്കുന്നുണ്ട്. അതൊക്കെ അറിയണം, മനസ്സിലാക്കണം, എന്നിട്ട് കഴിക്കണം. എന്നാൽ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 95 അല്ലെങ്കിൽ 98% രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കണമെന്ന് വളരെ വിനയത്തോടെ എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുന്നു. അല്ലാഹു തആല നമുക്ക് നല്ലത് ചെയ്യുവാനും നല്ലത് പറയുവാനും തൗഫീക്ക് നൽകട്ടെ. എല്ലാ ജനങ്ങൾക്കും നന്മ ചെയ്യുവാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.